നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന 2 പേര്, ഉദാഹരണത്തിന് മാനേജർ, അദ്ദേഹത്തിന് ഒരു 2 ലക്ഷം രൂപ ശമ്പളം ഒരു മാസം, അവിടുത്തെ തന്നെ ഒരു ക്ലർക്ക് 50,000 രൂപ ശമ്പളമുള്ള വ്യക്തി. ഇവർ രണ്ടുപേരും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 50,000 രൂപ ശമ്പളമുള്ളൊരു വ്യക്തി ഒരു പക്ഷേ സാധാരണ ഒരു ബൈക്ക് ഉപയോഗിക്കുന്നു, അവൻ്റെ കുട്ടികൾ പഠിക്കുന്നത് സാധാരണ ഒരു ഗവൺമെൻറ് സ്കൂളിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു ചെറിയൊരു വീടായിരിക്കാം. പക്ഷേ ഈ 2 ലക്ഷം രൂപ ശമ്പളമുള്ള മാനേജർ അവർ ഉപയോഗിക്കുന്ന എക്സ്പെൻസീവ് കാറുകളോ വലിയ ആഡംബര വില്ലകളൊക്കെ ആയിരിക്കും അവർ ഉപയോഗിക്കുന്നത്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇവരുടെ രണ്ടുപേരുടെ ഒരു കേസ് സ്റ്റഡി നമ്മൾ ഒരുപക്ഷെ നടത്തുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ ഈ 2 ലക്ഷം രൂപ വരുമാനമുള്ള ആൾ ആ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത 30 ദിവസം ആവണ്ട, അതിനു മുമ്പേ ആ പൈസ മുഴുവൻ ചിലവാകും. കാരണം കാറിൻ്റെ EMI അടയ്ക്കണം, വീടിൻ്റെ EMI അടയ്ക്കണം, അദ്ദേഹത്തിൻ്റെ ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്ലബ് മെമ്പർഷിപ്പുകൾ ഉണ്ടാവാം. അപ്പോൾ ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞ് അവരുടെ കുട്ടികളുടെ ഫീസും കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് സ്റ്റൈൽ ഒരു 15-ാം തീയതി ആകുമ്പോൾ അല്ലെങ്കിൽ 20-ാം തീയതി ആകുമ്പോൾ ചിലപ്പോൾ അവൻ്റെ ശമ്പളം തീർന്നു പോകും.